നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുളിയാർ കോപ്പാളം കൊച്ചിയിൽ 4 മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി യുവതി ജീവനൊടുക്കിയ സംഭവം. ഭർത്തൃവീട്ടിലെ മാനസിക പീഡനമാണ് മരണകാരണമെന്ന് യുവതിയുടെ പിതാവ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരരംഗത്ത് 9 സ്ഥാനാർത്ഥികൾ. വിധിയെഴുതുക 1,74,192 വോട്ടർമാർ, 32,827 കന്നി വോട്ടർമാർ. കേരളത്തെ രക്ഷിക്കാൻ 3ാം ബദൽ വേണമെന്ന് NSPA നേതാക്കൾ. നാടിന്റെ നന്മയ്ക്ക് നേരിന്റെ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യവുമായാണ് സംഘടന രൂപം കൊണ്ടതെന്നും നേതാക്കൾ. മഞ്ചേശ്വരത്തെ കൊടലമൊഗറു NDA ബൂത്ത് ഓഫീസ് ഉദ്ഘാടനം നടന്നു. 400 സീറ്റ് എന്ന ലക്ഷ്യത്തിൽ കാസർഗോഡും ഉൾപ്പെടുമെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. ദേലമ്പാടിയിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച മീനാക്ഷി, ശിവകുമാർ എന്നിവർക്ക് ഓട്ടമലയിൽ സ്വീകരണം നൽകി. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മുളിയാർ അറളടുക്ക കോപ്പാളം കൊച്ചിയിൽ 4 മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി മാതാവ് ബിന്ദു ആത്മഹത്യ ചെയ്ത സംഭവം. ഭർത്തൃവീട്ടിലെ മാനസിക പീഡനമാണ് മരണകാരണമെന്ന് ബിന്ദുവിന്റെ പിതാവ് രാമചന്ദ്രൻ. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി. മുളിയാർ കോപ്പാളം കൊച്ചിയിലെ ബിന്ദു തന്റെ 4 മാസം പ്രായമായ മകൾ ശ്രീനന്ദനയെ കൊലപ്പെടുത്തി വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ബിന്ദുവിൻ്റെ കൈഞ്ഞരമ്പും മുറിച്ച നിലയിലായിരുന്നു. കുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവ സമയത്ത് ബിന്ദുവിൻ്റെ മൂത്ത കുട്ടി ശ്രീഹരിയും വീട്ടിലുണ്ടായിരുന്നു. ഇടുക്കി തൊടുപുഴ സ്വദേശി ശരത്തിൻ്റെ ഭാര്യയാണ് ബിന്ദു. ഇയാൾ ഇസ്രായേലിലാണ്. 6 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 2 ദിവസം മുൻപായിരുന്നു ബിന്ദു സ്വന്തം വീട്ടിലെത്തിയത്. ബിന്ദുവിൻ്റെയും കുഞ്ഞിൻ്റെയും മരണത്തിൽ ഭർത്തൃവീട്ടിലെ മാനസിക പീഡനമാണെന്ന ആരോപണമാണ് ഉയരുന്നത്. ഭർത്താവും കുടുംബവും മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ബിന്ദുവിൻ്റെ പിതാവ് രാമചന്ദ്രൻ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയും ഭർത്തൃമാതാവ് വിളിച്ച് മകളോട് മോശമായി സംസാരിച്ചതായും പിതാവ് പറയുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കാലുപിടിച്ച് പറഞ്ഞിട്ടും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഭർത്താവ് ശരത്തും ബിന്ദുവിനെ മാനസിക പീഡനത്തിന് ഇരയാക്കിയെന്നും പിതാവ് ആരോപിച്ചു. എല്ലാ വർഷവും ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരും, ഓണത്തിനും വിഷുവിനൊക്കെ. അതുപോലെ ഇപ്രാവശ്യവും കൂട്ടിക്കൊണ്ട് വന്നാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അവിടുത്തെ അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഭർത്താവും കൂടെ അവളെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്തോ അവരുടെ ലവറുണ്ടെന്നോ അവരുടെ മര്യാദ പോയെന്നൊക്കെ സംസാരിച്ചിട്ട് അവളെ നീ എവിടെയെങ്കിലും പോയി ചത്തുകളയെന്നവരെ പറഞ്ഞു. എനിക്ക് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ മോളിങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഇനി ഇവിടെ നിർത്തണ്ട, അങ്ങ് പറഞ്ഞു വിടുവാണ്, വിഷു കഴിഞ്ഞാലും ഇങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ആ കൊച്ചു പോലും സരസ്വതിൻ്റെ ആണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ അവൾ കേട്ടുകൊണ്ടിരിക്കുക. അവിടെ ഒന്നും വേണ്ടിയില്ല, കുഞ്ഞിന് തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്ത് ചെയ്യാൻ, അത് കേട്ടുകൊണ്ട് പോയിട്ടാണ് അവൾക്ക് ഞാൻ എന്നെ വേദനിപ്പിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. കാര്യം നമ്മളങ്ങനെ കഴിഞ്ഞതേ. അതുകൊണ്ട് തെറ്റ് ഇതേവരെ അവൾ ചെയ്തിട്ടില്ല. ഒരു വാക്കിന് എന്തെങ്കിലും സൂചന കിട്ടിയായിരുന്നെങ്കിൽ അവളെ വിടത്തില്ലായിരുന്നു. ഞാനും പിള്ളേരും മാത്രം. ഞാൻ ഇപ്പോൾ പണിക്ക് പോകുന്നില്ല, എനിക്ക് സുഖമില്ലാത്തായിരുന്നു. 2 കൊല്ലമായി ഞാൻ പണിക്ക് പോകാതെ. പെണ്ണുങ്ങൾ പണിയെടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഞങ്ങൾ കഴിയാൻ. പിന്നെ എൻ്റെ മോൾക്ക് ഇപ്പോൾ ജോലിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോവുക. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. മൃതദേഹങ്ങൾ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ലളിതയാണ് ബിന്ദുവിൻ്റെ മാതാവ്. സിന്ധു, രമ്യ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരരംഗത്ത് 9 സ്ഥാനാർത്ഥികൾ. ജില്ലയിൽ നിന്നും ഇക്കുറി വിധിയെഴുതുക 1,74,192 വോട്ടർമാർ. കാസർഗോഡിന്റെ വിധി നിർണ്ണയിക്കുവാൻ 32,827 കന്നി വോട്ടർമാരാണ് ഇത്തവണയുള്ളത്.
നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിലവിൽ മത്സരരംഗത്തുള്ളത് 9 സ്ഥാനാർത്ഥികളാണ്. 4 പേർ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് മത്സരിക്കുമ്പോൾ ഒരു സ്വതന്ത്രയും 4 സ്വതന്ത്രന്മാരുമാണ് സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളത്. വരണാധികാരിയായ കളക്ടർ കെ ഇമ്പശേഖറിൻ്റെ നേതൃത്വത്തിലാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത്. 13 സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് പരിശോധിച്ചത്. ഇതിൽ 4 പേരുടെ പത്രിക തള്ളി. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പത്രികകൾ മതിയായ രേഖകൾ ഹാജരാക്കാത്തതിനാൽ തള്ളി. ബാലകൃഷ്ണൻ ചേമഞ്ചേരി, വി രാജേന്ദ്രൻ എന്നിവരുടെ നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയത്. CH കുഞ്ഞമ്പു, M വേലായുധൻ എന്നിവരുടെ നാമനിർദ്ദേശ പത്രികകൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ പത്രികകൾ അംഗീകരിച്ചതിനാൽ പരിശോധിച്ച് തള്ളി. ML അശ്വിനി NDA, MV ബാലകൃഷ്ണൻ LDF, രാജ്മോഹൻ ഉണ്ണിത്താൻ UDF, K സുകുമാരി BSP, KR രാജേശ്വരി സ്വതന്ത്ര, അനീഷ് പയ്യന്നൂർ സ്വതന്ത്രൻ, N കേശവനായിക് സ്വതന്ത്രൻ, N ബാലകൃഷ്ണൻ സ്വതന്ത്രൻ, K മനോഹരൻ എന്നീ സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി 8 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വിധിയെഴുതുക 14,52,230 വോട്ടർമാരാണ്. ഇതിൽ 7,50,741 സ്ത്രീ വോട്ടർമാരും 7,01,475 പുരുഷ വോട്ടർമാരും 14 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ്. കാസർഗോഡ് ജില്ലയുടെ മാത്രം കണക്കെടുക്കുമ്പോൾ 10,74,192 വോട്ടർമാരാണുള്ളത്. ഇതിൽ 5,49,300 സ്ത്രീ വോട്ടർമാരും 5,24,880 പുരുഷ വോട്ടർമാരും 12 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 32,827 കന്നി വോട്ടർമാരാണ് ഇത്തവണ വിധിയെഴുതുക. 17,058 പുരുഷ വോട്ടർമാർ, 15,767 സ്ത്രീ വോട്ടർമാർ, 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാർ എന്നിവരാണ് ഇത്തവണ ആദ്യമായി വോട്ട് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിൽ മാത്രമായി 23,215 കന്നി വോട്ടർമാരാണുള്ളത്. ഇതിൽ പുരുഷ വോട്ടർമാർ 12,096, സ്ത്രീ വോട്ടർമാർ 11,117, ട്രാൻസ്ജെൻഡർ വോട്ടർമാർ 2 എന്നതാണ് കണക്ക്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ 4,396, കാസർഗോഡ് 4,039, ഉദുമയിൽ 5,081, കാഞ്ഞങ്ങാട് 4,826, തൃക്കരിപ്പൂരിൽ 4,873, പയ്യന്നൂരിൽ 4,640, കല്യാശ്ശേരിയിൽ 4,972 എന്നിങ്ങനെയാണ് നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള കന്നി വോട്ടർമാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തെ രക്ഷിക്കാൻ 3ാം ബദൽ വേണമെന്ന് നാഷണൽ സെക്യുലർ പാർട്ടി ഓഫ് ഇന്ത്യ NSPI. ഇതിനാലാണ് നാടിന്റെ നന്മയ്ക്ക് നേരിന്റെ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യവുമായി സംഘടന രൂപം കൊണ്ടതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 ജില്ലകളിലും കമ്മിറ്റികൾ രൂപവത്കരിച്ചതായും ദേശീയ തലത്തിൽ സമാന മനസ്കരായ ആളുകളെ ചേർത്ത് പാർട്ടി പ്രവർത്തനം വിപുലീകരിക്കുമെന്നും NSPI ഭാരവാഹികൾ അറിയിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50ഓളം സീറ്റുകളിൽ പാർട്ടി മത്സര രംഗത്തുണ്ടാകും. വർഗീയതയ്ക്കെതിരായ മുദ്രാവാക്യമാണ് ഉയർത്തുന്നതെന്നും ദേശീയത ഉയർത്തിപ്പിടിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. സംസ്ഥാന പ്രസിഡന്റ് KP മുനീർ, അംഗങ്ങളായ KH ഖാദർ ഹാജി, B മുഹമ്മദ്, സിറാജ് തങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഉദുമ നിയോജക മണ്ഡലത്തിലെ സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് പര്യടനം ദേലമ്പാടിയിൽ ആരംഭിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നാടിന്റെ പൊതുപ്രശ്നങ്ങളിൽ സജീവമായി നടത്തിയ പാർലമെന്റ് ഇടപെടലുകളും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വോട്ടഭ്യർത്ഥന. മലയോര മേഖലയിൽ വൻ ജനക്കൂട്ടമാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. പാണ്ടി, പൂമാണി, കിന്നിമാണിമാടം ദേവസ്ഥാനത്തെത്തി നവകാഭിഷേകത്തിൽ പങ്കെടുത്ത് വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചു. മാണിമൂല ഗിർൽ ജുമാ മസ്ജിദിൽ ജുമാ നിസ്കാരത്തിനെത്തിയ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചു. മാണിമൂല ഗിർൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ജുമാ നിസ്കാര പള്ളി സന്ദർശിച്ചു. പരപ്പ, പള്ളങ്കോട്, കുയിത്തൽ, പാണ്ടി, ശങ്കരമ്പാടി, മാണിമൂല, ബന്തടുക്ക, പടുപ്പ്, കരിവേടകം, കുറ്റിക്കോൽ, പള്ളത്തിങ്കാൽ, മുന്നാട്, കാഞ്ഞിരത്തിങ്കാൽ, കുണ്ടംകുഴി, കല്ലടക്കുറ്റി, പെർലടുക്കം, ആയമ്പാറ, കുണിയ, നിടുവോട്ടുപാറ, കായക്കുളം, നാലക്ര, കാലെടുക്കം, താന്നിയടി, അമ്പലത്തറ, ചാലിങ്കൽ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കല്ലിയോട്ട് പര്യടന പരിപാടി സമാപിച്ചു. UDF നേതാക്കളും വിവിധ പ്രദേശങ്ങളിലായി രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം ഉണ്ടായിരുന്നു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭയിൽ 400 സീറ്റ് എന്ന നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ലക്ഷ്യത്തിൽ കാസർഗോഡും ഉൾപ്പെടുമെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. BJP സ്ഥാപക ദിനത്തിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ സ്വന്തം ബൂത്തായ 43-ാം നമ്പർ കൊടലമുഗറു ബൂത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കുകയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങളെന്നും കാസർഗോഡിന്റെ വികസനത്തിനും നരേന്ദ്രമോദി സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ തുടർച്ചയ്ക്കും വേണ്ടി വോട്ട് ചെയ്യാൻ ജനങ്ങൾ സന്നദ്ധരാണെന്നും പക്ഷേ ഇതിനായി പ്രചരണം ശക്തിപ്പെടുത്താനും അശ്വിനി ബൂത്ത് പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. ಕೋವಿಡ್ ವ್ಯಾಕ್ಸಿನ್ ಬಗ್ಗೆ ಮಾತಾಡಿ, ಕಿಸಾನ್ ಸಮ್ಮಾನ್ ನಿಧಿ ಬಗ್ಗೆ ಮಾತಾಡಿ, ಬೇಟಿ ಬಚಾವೋ ಬೇಟಿ ಪಡಾವೋ ಬಗ್ಗೆ ಮಾತಾಡಿ, ಗರೀಬ್ ಕಲ್ಯಾಣ ಬಗ್ಗೆ ಮಾತಾಡಿ, ಇದು ಮಾತಾಡ್ತಾ ಹೋಗ್ತಾ ಇದ್ರೆ ಅವರಿಗೆ ಗೊತ್ತಾಗುತ್ತೆ ಇಷ್ಟೆಲ್ಲ ಸ್ಕೀಮ್ಸ್ ನರೇಂದ್ರ ಮೋದಿಜಿ ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತೇಳಿ. ನಾನು ಕೆಲವು ಕಡೆ ಪ್ರಚಾರಕ್ಕೆ ಹೋದ ಸಂದರ್ಭದಲ್ಲಿ ಬೇರೆ ಈಗ ನಮಗೆ ವೋಟ್ ಮಾಡದಿದ್ದವರು ಕೂಡ ನಮ್ಮನ್ನು ಕರೆದು ಈ ಸಲ ಹೇಳ್ತಾರೆ, ಇಷ್ಟುವರೆಗೆ ನಾನು ಬಿಜೆಪಿಗೆ ವೋಟ್ ಮಾಡಲಿಲ್ಲ, ಆದರೆ ಈ ಸಲ ನರೇಂದ್ರ ಮೋದಿಗೆ ನಾನು ವೋಟ್ ಕೊಡ್ತೇನೆ ಅಂತ ಹೇಳುವಂತ ಮಾತು ಕೂಡ ನನ್ನ ಹತ್ರ ಹೇಳಿದ್ದಾರೆ. BJP സംസ്ഥാന സമിതി അംഗം സതീഷ് ചന്ദ്ര ഭണ്ഡാരി, സംസ്ഥാന കൗൺസിൽ അംഗം ഹരിശ്ചന്ദ്ര മഞ്ചേശ്വരം, മണ്ഡലം പ്രസിഡന്റ് ആദർശ് BM, മണ്ഡലം ജനറൽ സെക്രട്ടറി A.T. രാജ്, യുവമോർച്ച മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് രക്ഷൻ, മഹാലിംഗ മാസ്റ്റർ ഭാസ്കര പൊയ്യ, ബൂത്ത് ഇൻചാർജ് കാർത്തീഷ്, വാർഡ് മെമ്പർ മമത എന്നിവർ നേതൃത്വം നൽകി. ബൂത്ത് ഓഫീസ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി MLA അശ്വിനി പതാക ഉയർത്തി. തുടർന്ന് വീടുകളിൽ പ്രവർത്തകർക്കൊപ്പം പ്രചരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് കൊടിയേറ്റി. പരശുരാമനാൽ പ്രതിഷ്ഠിതമായതും ഗജേന്ദ്രമോക്ഷം നടന്നതുമായ തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. വെള്ളിയാഴ്ച സന്ധ്യയോടെ ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് 8 ദിവസം നീളുന്ന മഹോത്സവത്തിന് കൊടിയേറ്റി. ഗജവീരന്റെ സാന്നിധ്യത്തിലാണ് ആറാട്ട് ഉത്സവത്തിന് തുടക്കമായത്. ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം എടാട്ടുമ്മൽ ചേതന യോഗ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഫ്രീ ഫ്ലോ ഡാൻസും യോഗ ഡാൻസും അരങ്ങേറി. രാത്രി നദിയ നാരായണൻ കഥാപ്രസംഗം അവതരിപ്പിച്ചു. ശനിയാഴ്ച വൈകുന്നേരം പഞ്ചവാദ്യ ചെണ്ടമേളങ്ങളോടെ ആനപ്പുറത്തെഴുന്നള്ളത്തും തിടമ്പു നൃത്തവും നടന്നു. ഏപ്രിൽ 7-ന് കണ്ണൂർ വടക്കൻസിന്റെ നാടൻ പാട്ട് അരങ്ങേറും. 12-ന് രാവിലെ ആറാട്ട് ബലിയും ആറാട്ടും നടക്കും. തുടർന്ന് കൊടിയിറക്കലും ഉച്ചയ്ക്ക് 12 മുതൽ ആറാട്ട് സദ്യയും നടക്കും. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചീമേനി വെളിച്ചന്തോട് സെന്റ് ജേക്കബ്സ് മലങ്കര കത്തോലിക്ക പള്ളി പുതിയ ദേവാലയ ശിലാസ്ഥാപനം വൈദികരുടെയും സന്യസ്തരുടെയും 100 കണക്കിന് വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ നടന്നു. ബത്തേരി രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത ശിലാസ്ഥാപന ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. 4 പതിറ്റാണ്ടായി വിശ്വാസ സമൂഹത്തെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നയിച്ച വെളിച്ചന്തോട് സെന്റ് ജേക്കബ്സ് മലങ്കര കത്തോലിക്ക പള്ളി പുതുക്കി പണിയുന്നതിന് തുടക്കമിട്ടു. ദേവാലയത്തിന്റെ അടിസ്ഥാന ശിലാ ആശീർവാദ ശുശ്രൂഷകൾക്ക് ശിലാസ്ഥാപനവും ശനിയാഴ്ച ഉച്ചയോടെ ബത്തേരി രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രോപൊലിത്ത നിർവഹിച്ചു. ഈ അമ്പലത്തിലുള്ള ആൾക്കാരെ തന്നെ 10-15 സെന്റ് തിരുവനന്തപുരം പട്ടണത്തിൽ ചാലയിൽ ഒരു സെന്റിന് 175 ലക്ഷമൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ സ്ഥലം വാങ്ങിച്ച് അമ്പലത്തിൽ നിന്ന് തന്നെ പൈസ എടുത്ത് പള്ളി പണിഞ്ഞ പള്ളിയുടെ ഒരു കാര്യമായിരുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ ഈ നാടിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് എല്ലാ ആരാധനാലയങ്ങളെയും ബഹുമാനിക്കുക, ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ പെരുന്നാൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് നടക്കുന്ന ആശ്രമത്തിലൊക്കെ നമ്മുടെ ഒരു ചെറിയ ദേവാലയമാണ്. 10-25 വീട്ടുകാർ മാത്രം എല്ലാവരും ഭൂരിപക്ഷം മറ്റ് വിശ്വസിക്കുക, പക്ഷേ അവരതെല്ലാം സംരക്ഷിക്കുക, അവിടെ വരികയും നഴ്സറി കാഴ്ചകൾ തരികയും. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് കൂടിയായ പിതാവിനെ പള്ളി വികാരി ഫാദർ ബിജു മുമ്പള്ളിയുടെ നേതൃത്വത്തിൽ വൈദികരും സന്യസ്തരും വിശ്വാസികളും ചേർന്ന് വെളിച്ചന്തോട് റോഡിൽ നിന്നും പള്ളി പരിസരത്തേക്ക് സ്വീകരിച്ചു. തുടർന്ന് അടിസ്ഥാന ശിലാ ആശീർവാദവും ശിലാസ്ഥാപന ശുശ്രൂഷയും ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രോപൊലിത്ത നടത്തി. പ്രോട്ടോ വികാരി ഫാദർ വർഗീസ് താന്നിക്കാങ്കുഴി, ഫാദർ ലാസർ പുത്തൻകണ്ടത്തിൽ, ഫാദർ പീറ്റർ മുല്ലക്കാട്ടിൽ,
ഫാദർ ബിജു മുടമ്പള്ളിക്കുഴിയിൽ, ഫാദർ ആൻഡ്രൂസ് തെക്കേൽ, രൂപത പാസ്റ്റർ, കൗൺസിൽ അംഗം വർഗീസ് മഞ്ചട്ടിയിൽ, ട്രസ്റ്റി PJ ആന്റണി, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ജോയി നെല്ലാംകുഴി, കൺവീനർ അനിൽ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവ കൊടിയേറ്റം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കാസർഗോഡിന് ഭക്തിയുടെ നിറവേകി കാസർഗോഡ് കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവ കൊടിയേറ്റം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. തുടർന്ന് ആചാരവെടി, മറ്റ് പൂജാ ചടങ്ങുകൾ എന്നിവ നടന്നു. ഏപ്രിൽ 8-ന് വിവിധ പൂജകൾ, രാത്രി 7 മണിക്ക് കോൽക്കളി, 9 മണിക്ക് ഉത്സവം, രാത്രി 10 മണിക്ക് കാലിക്കറ്റ് മില്ലേനിയം സ്റ്റാർസിന്റെ കോമഡി സൂപ്പർ നൈറ്റ് എന്നിവ അരങ്ങേറും. ഏപ്രിൽ 9-ന് പൂജകൾ, മഹോത്സവം, കാഴ്ച സമർപ്പണം, രാത്രി 10 മണിക്ക് ഹൈ പവർ മെഗാ മ്യൂസിക്കൽ ലൈറ്റ് ഷോ, തുടർന്ന് മഹോത്സവം, കടപ്പുറം എഴുന്നള്ളത്ത്, ആചാരവേടി. ഏപ്രിൽ 10-ന് വിവിധ പൂജകൾ, 3 മണിക്ക് മഹോത്സവം, ഭരണിക്കുളി, തുടർന്ന് കോൽക്കളി, കൊടിയിറക്കം എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. GCC KMCC ഏരിയൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസഹായവും പെരുന്നാൾ കിറ്റും നൽകി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. GCC KMCC ഏരിയൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫിന്റെ ഭാഗമായി പ്രദേശത്തെ നിർധനരായ 250ഓളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ ദിന ഭക്ഷണ കിറ്റും ധനസഹായവും നൽകിയത്. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി വാർഡ് കമ്മിറ്റിക്ക് കിറ്റ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രിയിൽ പോലും പോകാൻ പറ്റാത്ത ഒരു സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ചികിത്സ നേടി കൊടുക്കുന്നതിനും അതുപോലെ ഭക്ഷണം, എത്ര വലിയ കോടീശ്വരനായാലും ഭക്ഷണം തീർന്നുപോയ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നതിനും KMCC ചെയ്ത അവരുടെ പ്രയത്നങ്ങൾ നാട്ടിലും വിദേശത്തും വാർത്തയായത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒരു പോഷക ഘടകമാണ് മുസ്ലിം ലീഗിനെ ഇന്നത്തെ നിലയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ. മറ്റ് ഏത് രാഷ്ട്രീയ സാഹചര്യം അടുത്തോട്ടായാലും വലത്തോട്ടായാലും മുസ്ലിം ലീഗിന് വലിയ രീതിയിൽ കോട്ടം തട്ടാതെ മുസ്ലിം ലീഗിനെ പിടിച്ചു നിർത്തുന്നത് KMCCയുടെ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. GCC KMCC ഏരിയൽ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഗഫൂർ എരിയാൽ അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കുന്ന് MLA മുഖ്യാതിഥിയായിരുന്നു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ട്രഷറർ മുനീർ ഹാജി, കാസർഗോഡ് മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ KB കുഞ്ഞാമു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ, മുസ്ലിം ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ, വാർഡ് മെമ്പർമാരായ നിസാർ, റാഫി എന്നിവർ സംസാരിച്ചു. AK ഷാഫി, കരീം ചൗക്കി, അബു നവാസ്, മുസ്തഫ, KB അബൂബക്കർ, KB മുനീർ, ഷംസു AP, ഹനീഫ് ചേരങ്കൈ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹബീബ് എരിയാൽ സ്വാഗതവും ഷംസു എരിയാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കീക്കാനം കുന്നത്ത് ശ്രീ കൊതോർമ്പൻ തറവാട്, തോക്കാനം താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. ദക്ഷിണ കാശിനാഥൻ തൃക്കണ്യാലപ്പന്റെയും ആദിപരാശക്തി പാലക്കുന്നിലമ്മയുടെയും അമരഭൂമിയിൽ ഗ്രാമത്തിന് ഐശ്വര്യമായി വാഴുന്ന പനയാലപ്പന്റെയും കീക്കാൻ അരയാലിങ്കാൽ ശ്രീ വിഷ്ണുമൂർത്തിയുടെയും ദിവ്യ സാന്നിധ്യം കൊണ്ട് പരിലസിക്കുന്ന പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം കീക്കാനം പ്രാദേശിക സമിതിയുടെ പരിധിയിൽപ്പെടുന്ന കീക്കാനം കുന്നത്ത് ശ്രീ കോതൂർമ്പൻ തറവാട്, തോക്കാനം താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നീണ്ട 50 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വയനാട്ടുകുലവൻ തെയ്യങ്കിട്ട മഹോത്സവത്തിന് തുടക്കമായി. ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. തോക്കാനം താനത്തിങ്കാൽ ദേവസ്ഥാനത്ത് നിന്ന് കന്നിക്കലവറ നിറച്ചു. ശ്രീ കോതൂർമ്പൻ തറവാട്ടിൽ നിന്ന് ആഘോഷമായി കലവറ ഘോഷയാത്രയെത്തി. കിക്കാനം അരയാലിങ്കാൽ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പ്രദേശവാസികളും
പനയാൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ നിന്ന് UAE കമ്മിറ്റി അംഗങ്ങളും കലവറയിലേക്ക് സാധനങ്ങളുമായി എത്തി. പട്രച്ചാൽ ശ്രീ രക്തേശ്വരി വിഷ്ണുമൂർത്തി വനശാസ്ത്ര ദേവസ്ഥാനം, ചെറൂട്ട അയ്യപ്പ ഭജന മന്ദിരം, വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടി പഞ്ചുരുളി ദേവസ്ഥാനം വെളുത്തോളി, ക്ഷേത്ര ധർമ്മസ്ഥല അണ്ണപ്പ പഞ്ചുരുളി ദേവസ്ഥാനം വെളുത്തോളി എന്നിവിടങ്ങളിൽ നിന്നും കലവറ ഘോഷയാത്രയെത്തി. ഏപ്രിൽ 6 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, രാത്രി 9 മണിക്ക് കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, തുടർന്ന് ഭക്തി നിർഭരമായ ബപ്പിടൽ ചടങ്ങ് നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ, വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, സമാപന ദിവസമായ ഏപ്രിൽ 7 ഞായറാഴ്ച രാവിലെ 9:30 കോരച്ചൻ തെയ്യത്തിന്റെ പുറപ്പാട്, തുടർന്ന് കണ്ടനാർക്കേളൻ തെയ്യം അരങ്ങിലെത്തും. വൈകുന്നേരം 3 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാട്, ചൂട്ടപ്പിക്കൽ ചടങ്ങ് നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തി അരങ്ങിലെത്തും. രാത്രി 10 മണിയോടെ മറപിളർക്കൽ ചടങ്ങ്, തുടർന്ന് നടക്കുന്ന കൈവീതോടുകൂടി വയനാട്ടുകുലവൻ തെയ്യംകിട്ട മഹോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച മീനാക്ഷി, ശിവകുമാർ എന്നിവർക്ക് ഓട്ടമലയിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച മീനാക്ഷി, ശിവകുമാർ എന്നിവർക്ക് ഓട്ടമലയിൽ സ്വീകരണം നൽകി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പടിവാതിക്കലെത്തി നിൽക്കുന്നവരാണ് നമ്മുടെ രാജ്യം. ഏറെ ആകാംക്ഷയോടുകൂടി നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കളെല്ലാം ആ കാര്യം നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം, ഈ നിങ്ങളിൽ ഒരാളായ 142 കോടി ജനങ്ങളിൽ ഒരാളായ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ സ്ഥാനാർത്ഥിയായോ മറ്റു രീതിയിലോ അല്ല പറയുന്നത്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ, നിങ്ങളെ പോലെയുള്ള ഒരാളെന്നുള്ള നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാകുമോ എന്ന് എനിക്ക് ഉത്കണ്ഠയുണ്ട്. ഹരിദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. G. ഷാജിലാൽ സ്വാഗതം പറഞ്ഞു. E. ചന്ദ്രശേഖരൻ MLA, രാജ്മോഹൻ, സിനോൾ ചാക്കോ, സുജാത ടീച്ചർ, MB കൃഷ്ണൻ, ഒക്ലാവ് കൃഷ്ണൻ, MC മാധവൻ, ഷാലു മാത്യു, കരുണാകരൻ, നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണ പരിപാടിയിൽ പ്രദേശത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു. ശ്മശാനത്തിനായി നീക്കിവെച്ച സ്ഥലത്ത് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മധൂർ ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ ചേനക്കോട് SC കോളനി നിവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാസർഗോഡ് താലൂക്കിൽ മധൂർ ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ 100ഓളം SC ST വിഭാഗക്കാരുടെ വീടുകളുള്ള SC കോളനി നിവാസികൾക്കായി ശ്മശാനത്തിനായി സംസ്ഥാന സർക്കാർ നീക്കിവെച്ച സ്ഥലത്ത് മധൂർ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുകയാണെന്നും ഇതോടെ പ്രദേശത്തുകാർക്ക് പൊതു ശവ സംസ്കാരത്തിനുള്ള സൌകര്യം ഇല്ലാതായിരിക്കുകയാണെന്നും കോളനി നിവാസികൾ പറഞ്ഞു. മധൂർ പഞ്ചായത്ത് 5-ാം വാർഡ് ചേനക്കോട് ഹൗസ് അവിടെ ഞങ്ങൾ ശ്മശാന ഭൂമി ഉണ്ടായി. അതിപ്പോൾ കയ്യേറിയിട്ട് അതിൽ അംഗനവാടി കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ശവം വെക്കാൻ ആളില്ല. 100ഓളം കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ശവം വെക്കാൻ സ്ഥലമില്ലാതായിന്. ഞങ്ങൾക്ക് ആകെയുള്ളത് 5-3 സെൻസ് സ്ഥലം. ഞമ്മളിപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. നമ്മൾ ശവം ഇട വെക്കുന്നതിന് നമുക്ക് ഇപ്പോൾ തിരുന്നില്ല. ക്ഷേമവകുപ്പും കൂടിയിട്ട് അവിടെ അംഗൻവാടി കെട്ടാനുള്ള ബിൽഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ചേനക്കോട് നിവാസികൾ KDF-ന്റെ ജില്ലാ പ്രസിഡന്റിനെയും KDF പ്രവർത്തകരെ സമീപിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഒരുപാട് കലക്ടർക്കും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യക്ഷേമ വകുപ്പിനും പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി വകുപ്പിനെല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയിൽ ഇന്ന് വരെ നമ്മളടുത്ത് പരാതി കൊടുത്തല്ലാണ്ട് അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റോ SC ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും തയ്യാറായില്ല. കളക്ടറുടെ അടുത്ത് നിന്ന് പരാതി കൊടുത്തത് അത് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് ഓംബുഡ്സ്മാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സിറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സിറ്റിങ്ങിൽ മധൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞെന്തെന്നാൽ, നിങ്ങളെന്തിനാണ് അവിടെ പിന്നെ SCക്ക് നീക്കി വെച്ച പൊതു ശ്മശാനത്തിൽ നിങ്ങളെന്തിനാണ് ബാലാടി കെട്ടുന്നത് അവരോട് ചോദിക്കുമ്പോൾ സെക്രട്ടറിക്ക് ഉത്തരവില്ലായിരുന്നു.
സംഭവത്തിൽ കോളനി നിവാസികളും ശ്മശാന സംരക്ഷണ സമിതിയും ചേർന്ന് ജില്ലാ കളക്ടർ, പട്ടികജാതി വികസന വകുപ്പ്, പട്ടികജാതി പട്ടിക ഗോത്ര വികസന കമ്മീഷൻ എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇതുവരെയായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. സ്ഥലത്ത് ചുറ്റുമതിൽ നിർമ്മിക്കാൻ 2012 SSC ഫണ്ട് വകയിരുത്തിയിരുന്നെങ്കിലും 12 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. പൊതുശ്മശാനത്തിനായി സംസ്ഥാന സർക്കാർ നീക്കിവെച്ച DC ലാൻഡിൽ സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കാനുള്ള ഉത്തരവ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ICDS ഓഫീസ് അധികാരികൾ ഹാജരാക്കിയിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. 1975 മുതൽ ഈ സ്ഥലം ശവദാഹത്തിനായി ഉപയോഗിച്ചു വരികയാണെന്നും പ്രസ്തുത സ്ഥലത്ത് നടക്കുന്ന അംഗൻവാടിയുടെ നിർമ്മാണ പ്രവൃത്തി നിർത്തിവെച്ച് പ്രസ്തുത ഭൂമി ശ്മശാന ഭൂമിയായി തന്നെ നിലനിർത്തിക്കൊണ്ട് നീതി ലഭ്യമാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബാബു കാനത്തൂർ, ശശി നടക്കാവ്, ശ്രീജിത്ത് കൊടക്കാട്, രാമകൃഷ്ണൻ, ശിവണ്ണ രാമകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുളിയാർ കോപ്പാളം കൊച്ചിയിൽ 4 മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി യുവതി ജീവനൊടുക്കിയ സംഭവം. ഭർത്തൃവീട്ടിലെ മാനസിക പീഡനമാണ് മരണകാരണമെന്ന് യുവതിയുടെ പിതാവ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരരംഗത്ത് 9 സ്ഥാനാർത്ഥികൾ. വിധിയെഴുതുക 1,74,192 വോട്ടർമാർ, 32,827 കന്നി വോട്ടർമാർ. കേരളത്തെ രക്ഷിക്കാൻ 3ാം ബദൽ വേണമെന്ന് NSPA നേതാക്കൾ. നാടിന്റെ നന്മയ്ക്ക് നേരിന്റെ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യവുമായാണ് സംഘടന രൂപം കൊണ്ടതെന്നും നേതാക്കൾ. മഞ്ചേശ്വരത്തെ കൊടലമൊഗറു NDA ബൂത്ത് ഓഫീസ് ഉദ്ഘാടനം നടന്നു. 400 സീറ്റ് എന്ന ലക്ഷ്യത്തിൽ കാസർഗോഡും ഉൾപ്പെടുമെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. ദേലമ്പാടിയിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച മീനാക്ഷി, ശിവകുമാർ എന്നിവർക്ക് ഓട്ടമലയിൽ സ്വീകരണം നൽകി. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.